പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പൊ യൂസ് ചെയ്യാറില്ല, പക്ഷെ ചെറുതിലെ ഒക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിയൽ ആയിട്ട്. ഈ നാട്ടില് കുഞ്ഞു കുട്ടികളെയും വൃദ്ധരായിട്ടുള്ള ആൾക്കാരെയും പർദ്ദ ധരിച്ചിട്ടുള്ളവരെയും ഒക്കെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്നും വസ്ത്രം കൊണ്ടല്ല. റേപ്പ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ മെസ്സേജ് അയക്കരുത്. കുറേ ടൈമായി. I was waiting for you. I was waiting for you. നീ അല്ലേ ആ രാത്രിക്കോ മെസ്സേജ് അയച്ചത്? ഇതെന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടി? ഇന്ന് അവൻ നിന്റെ അല്ലേ? അതെ. പിന്നെ എന്താണ് ലാസ്റ്റ് വാർണിംഗ്? ഇനി നമുക്ക് പമ്പനോട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതായത് ഡോക്ടർ പമ്പ ഡോക്ടർ ദേവിക ആയപ്പോ എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ മൂവീസിലൊക്കെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, അയ്യോ നമ്മളൊന്നും ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യാ. അതായത് ഇപ്പൊ പൾസ് നോക്കിയിട്ട് പ്രഗ്നന്റ് ആണെന്നൊക്കെ പറയാ, അങ്ങനെയൊക്കെ ഒരുപാട് സീൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അത് കുറച്ച് വ്യത്യാസം ഉണ്ട്. എന്ന് വെച്ചാൽ അതെനിക്ക് പിന്നീട് റിയലൈസ് ചെയ്തു. ഞാൻ ഇങ്ങനെ വയറിൽ സ്റ്റെത്ത് വെച്ച് നോക്കുന്ന ഒരു സീൻ ഉണ്ട് അതിൽ. അപ്പൊ ഒത്തിരി കമന്റ്സ് വന്നു, ഇങ്ങനെ വയറിലൊന്നും സ്റ്റെത്ത് വെക്കാറില്ല, എവിടുത്തെ ഡോക്ടറോ എവിടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ അപ്പൊ ഞാനത് ആലോചിച്ചു. പിന്നെ ഞാൻ ഇരുന്ന് ആലോചിച്ചു, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്താലേ കാര്യം അവർക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയേഴ്സിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്തണം എന്നില്ല, മനസ്സിലാവണം എന്നില്ല, അവർക്ക് അത് അറിയുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറെ കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ അത് റിയലൈസ് ചെയ്തു, ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഫിലിം ഫീൽഡുകാർ അങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായി. കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ്. കോഴിക്കോട് ബസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഒരു വീഡിയോ എടുത്ത് വൈറലായതിനു ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ പമ്പയ്ക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിലിപ്പം ഞാൻ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പൊ യൂസ് ചെയ്യാറില്ല, പക്ഷെ ചെറുതിലെ ഒക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിയൽ ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത ട്രെയിൻ, ബസ് അങ്ങനെ യൂസ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഓൾമോസ്റ്റ് 99.99% സ്ത്രീകൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അത് തീർച്ചയാണ്. അതൊരു നോട്ടമായിരിക്കാം, ബാഡ് ടച്ച് ആവാം, കൺസെന്റ് ഇല്ലാത്ത കമന്റ്സ് ആവാം, ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. ബട്ട് ഇപ്പൊ ഒരു ട്രെൻഡ് ഇങ്ങനെ ബാഡ് ആയിട്ട് വരുന്നത്, അതായത് അങ്ങനെ ഒന്നും ഇല്ലാഞ്ഞിട്ട് കൂടിയും അങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ട് കൺസെന്റ് ഇല്ലാതെ, അപ്പൊ കൺസെന്റ് ഇല്ലാതെ ടച്ച് പോലെ തന്നെ കൺസെന്റ് ഇല്ലാതെ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പൊ ആ വീഡിയോ എടുത്തിട്ട് അത് പ്രചരിച്ചു. അതിനുശേഷം അപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പം ചിലപ്പോൾ ആ ടച്ച് ഇന്റൻഷനലാവാം, ചിലപ്പോൾ ആ ടച്ച് അറിയാതെ ആവാം. അപ്പൊ നമ്മൾ ആ വീഡിയോ എടുത്തിടുമ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാൽ പിന്നെ അവിടെ ജനകീയ വിചാരണ, മാധ്യമ വിചാരണ, അപ്പോ നാണക്കേട്, അങ്ങനെയൊക്കെ ഭയന്നിട്ടായിരിക്കും ആ പുള്ളി അത് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനുള്ള കാരണം. അപ്പൊ അത് രണ്ട് വിധത്തിലും നമ്മൾക്കത് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ നിയമത്തിന്റെ അടുത്ത് ചെന്നാല് നമുക്കൊരു സഹായം പ്രോപ്പർലി കിട്ടില്ല, അല്ലെങ്കിൽ വളരെ നീണ്ടുപോകും എന്നൊക്കെ കാണുമ്പോ അങ്ങനെയും വീഡിയോ എടുത്തിരുന്ന സത്യസന്ധരായ ലേഡീസ് ഉണ്ടാവും. എപ്പോഴെങ്കിലും ആ ഒരു രീതിയിൽ എപ്പോഴെങ്കിലും ഈ നമ്മള് ധരിക്കുന്ന ഡ്രസ്സ് എവിടെയെങ്കിലും ഒരു സംസാര വിഷയമായിട്ടുണ്ടോ? അത് വളരെ ദുഃഖകരമായിട്ടൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനെ പറ്റി പറഞ്ഞ ഒരു വീഡിയോ ഇന്നലെ കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കമന്റ്സ് ഇതുപോലെയായിരുന്നു, ഇപ്പൊ ഈ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചാൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ബാഡ് ടച്ചിനെയും റേപ്പിനെയും ഒക്കെ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണോ പറയുന്നത്? അതാണ് എനിക്ക് കമന്റ്സ് ആരോട് ചോദിക്കാനുള്ളത്. ഈ നാട്ടില് കുഞ്ഞു കുട്ടികളെയും വൃദ്ധരായിട്ടുള്ള ആൾക്കാരെയും പർദ്ദ ധരിച്ചിട്ടുള്ളവരെയും ഒക്കെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്നും വസ്ത്രം കൊണ്ടല്ല. റേപ്പ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയാണ്. ഞാൻ ഇവരിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു മെന്റാലിറ്റിയാണത്. അല്ലാതെ അവർക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഒത്തിരി വഴികളുണ്ട് ഇവിടെ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇത്രയും ഇന്ത്യയിലെ മോസ്റ്റ് ലിറ്ററേറ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് എന്ന് ഞാനിത് എക്സ്പെക്ട് ചെയ്തില്ല. ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ, വാട്ട് വാസ് ഷീ വെയറിങ്? നിങ്ങൾ കളിയാക്കപ്പെട്ടു. അപ്പം നിങ്ങൾ പറയുന്നത് നമ്മൾ കളിയാക്കപ്പെട്ടു, നമ്മൾ ബാഡ് ടച്ച് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ടു. അപ്പൊ നിങ്ങൾ പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജഡ്ജ് ചോദിക്കേണ്ടത് നിങ്ങൾ എന്ത് ധരിച്ചിരുന്നതെന്നാണെന്നാണോ?
അത് ഭയങ്കര ഒരു മോശം അപ്രോച്ച് ആയിപ്പോയി. ഞാൻ കേരളത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, പുരുഷന്മാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുഴപ്പമില്ലല്ലോ. ആദ്യമേ തന്നെ നമുക്ക് തീരെ നഷ്ടമായി പോയ സഹോദരന് പ്രണാമം അർപ്പിക്കുന്നു. കാരണം പേര് ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യമുണ്ടോ. ഒന്ന്, അദ്ദേഹം പെട്ടെന്ന് കേട്ടപ്പോൾ ചിലപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ അതിന് ടെൻഷൻ അടിച്ചാണ് അങ്ങനെ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്തൊരു തെറ്റായതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു പോയി. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചിട്ട് അതൊരു കംപ്ലൈന്റ് കൊടുക്കുകയായിരുന്നെങ്കിൽ, ഒരു കേസന്വേഷണം വന്നിരുന്നെങ്കിൽ, ആ വീഡിയോയുടെ യഥാർത്ഥ സ്ഥിതി കണ്ട അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായേനെ അല്ലേ. ഒന്ന്, പിന്നെ ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബഹളം ഉണ്ടാക്കാം അല്ലേ. ബഹളം ഉണ്ടാക്കാം. എന്താണ് താൻ കാണിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി വീഡിയോ എടുക്കേണ്ട കാര്യമില്ല, നാട്ടുകാർ മൊത്തം വീഡിയോ എടുക്കും അല്ലേ. പക്ഷെ അവര് കാണിച്ചത് ഒരു തെറ്റായതുകൊണ്ട് നമ്മളിപ്പോ എവിടെ രക്ഷപ്പെടാൻ നോക്കിയാലും ദൈവത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ അത് ആ കുട്ടി അത് ചെയ്ത് യഥാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ കേസ് ഇപ്പൊ ജയിലിൽ പോകേണ്ട കേസൊന്നും അല്ലായിരുന്നു, അവിടെ വെച്ച് തന്നെ അത് തീരും. ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ ഒരു സൂചന തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ രണ്ടും കവർ ഉണ്ടായിരുന്നു ഇല്ലേ. അപ്പൊ ആ സ്ഥാനത്ത് കവർ ഇല്ലായിരുന്നെങ്കിലോ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് ആളുകൾ വിചാരിച്ചു. അപ്പൊ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ടെന്ന്. യഥാർത്ഥമായിട്ടൊരു സ്ത്രീയെ ഇനി എന്തെങ്കിലും അനുഭവം ഉണ്ടായി, ഇനിയും ഒരുപാട് പേരുണ്ടാവല്ലോ, അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാര് പുല്ല് പോലെ അത് കളയും. കാരണം 2 പേര് ചെയ്തു. ഒരു വേറെ പെൺകുട്ടി, ഒരു വയസ്സായ അമ്മ, ഒരു അച്ഛനെ അല്ലെ കാണിച്ചു, ഈ കുട്ടിയും കാണിച്ചു. ഇനിയിപ്പോ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് കുത്തി നിറച്ച് ബസ്സിൽ യാത്രക്കാരെ കൊണ്ടുപോകാണ്ടിരിക്കുക. ബസ്സില്ലാത്ത സ്ഥലത്തേക്ക് ഒരു ബസ് കൂടെ എക്സ്ട്രാ ഇടാൻ ഒരു നിയമം കൂടെ കൊണ്ടുവരേണ്ടത് നല്ലതായിരിക്കും. ഈ തിരക്കാരനുള്ള കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കണം. അതെ. ഇനി നമുക്ക് എന്തായാലും നിങ്ങളുടെ ഒരു പെർഫോമൻസ് ചെയ്യാം. ഒരു സിംഗർ ആട്ടോ, ഹിന്ദി പാട്ടൊക്കെ പാടും. പക്ഷെ അഭിലാഷേട്ടന് പമ്പയുടെ പാട്ട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. മിമിക്രിയിലേക്ക് കിടക്കാം. മിമിക്രിയിലെ 1-2 ചെയ്യാത്ത വോയിസ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പൊ മിമിക്രി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ സ്കൂൾ കാലഘട്ടം പോലെ തുടങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സുമേഷ് ഗുഡ്ലക്കാണ് എനിക്ക് പറഞ്ഞ മിമിക്രി ചെയ്ത സിനിമയിലാവുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവനെ ദക്ഷിണയൊക്കെ കൊണ്ടുവച്ചു. സുമേഷ് ഗുഡ്ലക്കിന്റെ അനുഗ്രഹം വാങ്ങി. അപ്പൊ മിമിക്രി കളിച്ച് ജയറാമാവെന്നൊക്കെ പറഞ്ഞു. ഇവർ ജയറാമ അതിലൊരു മണിച്ചേട്ടനാവണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ മുന്നോട്ട് വന്നു. അപ്പൊ അന്ന് തുടങ്ങിയതാണ് മിമിക്രി. അപ്പൊ കുറച്ച് സിനിമാ താരങ്ങളെ ശബ്ദം ഞാൻ അവതരിപ്പിക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിട്ടുപേര് ഇന്നസെന്റ് ചേട്ടനുണ്ട്. അദ്ദേഹം ജഗതി ചേട്ടനുള്ളൊരു കോംബോ. ദേമാവലി കൊമ്പത്ത് കാസറ്റ് നമ്മൾ സ്ഥിരം കേൾക്കും. അപ്പൊ ദേമാവലി കൊമ്പത്ത് ആ കാലഘട്ടത്തേക്ക് ഒന്ന് പോവാം. ഒരു ചെറിയൊരു കണ്ടന്റ്. ആ മാവേലിയും ഡൂപ്പേ താൻ അവിടെ എന്തെടുക്കുക, ഇങ്ങോട്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഡൂപ്പേ. തിരുമേരി ചാരി ഇവിടെ ഉണ്ട്, ഞാൻ ഈ കുട്ടികളുടെ ഇടയിൽ കിടത്തേക്കില്ല സെൽഫി എടുത്ത് ഓടിച്ചാടി തിറക്കുക. അതെനിക്ക് ഇഷ്ടായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് തോന്നിയത് പാതാളമാണ് ഏറ്റവും നല്ല സ്ഥലം. ഇവിടുത്തെ ആളുകൾ കണ്ടില്ലേ, ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലേ. നമ്മള് കണ്ടിട്ട് മൈൻഡ് ഒന്നുമില്ല. അത് വേറൊന്നും അല്ല, അവര് വേറൊരു ന്യൂ ജനറേഷൻ അല്ലേ തിരുമേനി. പുതിയ രീതിയിലെടുത്ത എനിക്കൊരു അവസരം തന്ന ഒരാളുണ്ട്, ജഗദീഷ് ഏട്ടൻ. നെൽസനും നോബിയും അടിപൊളി സ്കിറ്റായിരുന്നു. പക്ഷെ ഇനി വരുമ്പോൾ നല്ല സ്കിറ്റായിട്ട് വരിക. പക്ഷെ കൈയടി കൊടുക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനാണ്. പിന്നെ ചെറിയൊരു നമ്പർ അവതരിപ്പിക്കണമെന്ന് ആ കുട്ടി പറഞ്ഞുകൊണ്ട് ഞാനൊന്നും പഴയ കാലഘട്ടത്തിലേക്ക് പോയി. എൻ്റെ പേര് മാൻകുട്ടി, ഞാൻ മാലുവിന്റെ കൂട്ടുകാരിയാ, അല്ലാണ്ട് കള്ളനല്ല. കൊക്കും പൂച്ചിറകും കക്കും കാട്ടുകിളി കക്കും നെഞ്ചിലുള്ള. എക്സ്ക്യൂസ് മീ, കുട്ടി കാര്യമായിട്ട് പറഞ്ഞാണോ അത് തമാശയായിട്ട് പറഞ്ഞു ആണോ? അയലവായു. അപ്പൊ ഞാന് മണിച്ചേട്ടനെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്, മണിച്ചേട്ടൻ ചെയ്യുന്ന ഒരേ ഒരു സൗണ്ട് ഏതാന്ന് പറയാൻ പറ്റുമോ അമ്മാസിന്? മണിച്ചേട്ടൻ മിമിക്രി ഫീൽഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അനുകരിക്കുന്ന സൗണ്ട് ഉണ്ട്. അതായത് പുള്ളി ഒരു പാട്ട് പാടും. തെക്കേലെ കാതറിക്കടപ്പിലായി ഓളുബിമാത്തോലക്കൊണ്ടു തലക്കടിച്ച് ഒന്റെ തലവന്നു ഭിത്തിമേല് പടപടച്ചു. എന്നും 16 വയസ്സാണ് എന്ന ചിന്തയിലാണ്ടൊരു നടപ്പാണ്. വീട്ടിൽ കാസറ്റ് കാണൽ സ്ഥിരമാണ്. നടി ഉണ്ണിമേരിയെ ഇഷ്ടമാണ്. തിരക്കുള്ള ബസ്സിൽ കയറി ഫ്രണ്ടിലാണ് നിൽക്കാറുള്ളൂ. പെമ്പിള്ളേരെ തോണ്ടലൊരു പതിവാണ്. തിന്നോ. ആ മാമുക്കോയ സാറിനാണ് എവിടെ അവതരിപ്പിച്ചത്, പുള്ളിയുടെ ഇതിൽ അവതരിപ്പിച്ചാണ്. വാലിസ്ന അല്ല നായിൻ്റെ ഓനെ, നീ നമുക്ക് തരാനുള്ള പൈസ തന്നില്ലെങ്കിൽ പഠിച്ചോനെ എടുത്ത് തന്നില്ലെങ്കിൽ ഓള് കെട്ടിത്തൂങ്ങിച്ച ആകെ ബഹളാണ്. അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോൾ
കുറച്ച് ആളുകൾ കൊണ്ടുവരും. വേറെ ഒന്നിനുമല്ല, നമ്മളിവിടെ കിടന്ന് പൈസ തന്നെ മയ്യത്തം നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവന്ന വായസ്ന അല്ല നായിൻ്റെ മോനെ. അപ്പൊ അങ്ങനെ സൗണ്ടാണ് ചെയ്തിരുന്നത് മണിച്ചേട്ടൻ. അപ്പം മണിച്ചേട്ടൻ്റെ ഒരു 3 പെർഫോമൻസ് ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ സായികുമാറാവോ പറയൂ. ആദ്യം ചെയ്യണം നമ്മുടെ ചോട്ടമ്മല നടേശനം കഴിയാം. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മനും ദുഷ്ടനും ശത്രുവും ഞാൻ തന്നെയാ. പേര് നടേശൻ. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പടഞ്ഞേക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറഞ്ഞ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞാ ഈ നടേശ കൊന്നിരിക്കും. പറ്റടാ. പിന്നെ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ ഞങ്ങള് രണ്ടുപേരും ചെയ്തതിൽ ഒരുപാട് നല്ല കമന്റ്സുകൾ വന്നായിരുന്നു. അതിൽ ഒന്ന് മാറ്റി പിടിച്ച് ചെയ്യാം. വസന്ത ലക്ഷ്മിയിലെയാണ്. അതിൽ 1-2 സീക്വൻസ് മാറ്റി പിടിച്ചിട്ടോ. ഹൈ, ഇന്ന് വരുമ്പോ മരുന്ന് കൊണ്ടുവന്നില്ല എന്ന് പറയല്ലേട്ടോ. ഞാൻ വരുമ്പോ മരുന്ന് കൊണ്ടുവരാ. പിന്നെ എന്താ പറഞ്ഞേ? ബ്ലൗസോ? ബ്ലൗസ് കൊണ്ടുവരാ. എൻ്റെ സുന്ദരിക്കുട്ടിക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്ക് കണ്ണ് കാണില്ലെങ്കിലും എനിക്ക് കാണാട്ടോ. പക്ഷെ ലാസ്റ്റ് സീനിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് ഒരു അവാർഡ് കിട്ടണമായിരുന്നു ഇല്ലേ? അപ്പൊ അതൊന്ന് ചെയ്യാം. ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലേ, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്റെ വാസനയിലെ ലക്ഷ്മിനെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടില്ലേ? ആ, ഞാനിവിടെ ഇരുന്നോളാം. മോളെ വാസന്തി, കൊച്ചേട്ട പോലെ തിരിക്ക് കണ്ടുകളില്ലേ? എല്ലാം നീ കൊത്തിയെടുത്തു തോന്നലല്ലോ. ഇഷ്ടട്ടാ, ഇവളുടെ കാര്യം ഭംഗിയായിട്ട് നോക്കണേ. ഇവളെ മറവ് ചെയ്യുമ്പോഴേ തെക്കേപ്പുറത്ത് മതി. എന്താ കാര്യം എന്നറിയോ? എന്നോട് പഴകാണ്ട് ഓടിപ്പോയിരിക്കില്ലേ ചല. ഇങ്ങനൊരു കഴുതക്കുട്ടിയെ ഓളെ വാച്ചത്തിയേ. അല്ല, തോമസാറ് വന്നോ? എന്റെ വാസന്തിനെ ലക്ഷ്മിനെ കാണാൻ തോമച്ചാര് വന്നു അല്ലേ? തോമച്ചാര് വന്നോ? തോമസാറ് പാവാ. എന്റെ വാസന്തിനെ ലക്ഷ്മിനെ വെട്ടിക്കാനായിട്ട് തന്നേന് ഞാനാക്കിന് നന്ദി പറയണമെന്ന് അറിയില്ല. തോമസാറ് പാവാ. ആവാശാരി പാവാ. തോമസാറ് പാവാ. എന്റെ വാസന്തിനെ കൊന്നിട്ട് അന്ന് അറിയാത്തവനെ പോലെ വന്നേക്ക. ഹീറ്റില്ല ഞാൻ. അയാള് ചത്തോ? ലക്ഷ്മി, എനിക്ക് നശിച്ച ലോകം കാണാൻ കണ്ടുവേണ്ട. ഞാൻ പോവാ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ പുതിയ പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾ നല്ല നിലയിൽ എത്തട്ടെ. തീർച്ചയായിട്ടും രണ്ടാൾക്കും ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് നന്ദി. ഇതേപോലെ ഇവിടെ ഒരു ഇന്റർവ്യൂ തന്ന എല്ലാവർക്കും, ഈ ഇവിടുത്തെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ മെസ്സേജ് അയക്കരുത്. ഞാൻ എപ്പോഴാണ് മെസ്സേജ് അയച്ചത്? ശരി, ഞാൻ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, ചോദിച്ചു. എന്തായി? കൊറേ ടൈമായി. I was waiting for you. I was waiting for you. നീ അല്ലേ ആ രാത്രിക്കോ മെസ്സേജ് അയച്ചത്? എന്താ നീ ആരാ? ഇതെന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടി? ഇന്നവൻ നിന്റെ അല്ലേ? അതെ. പിന്നെ എന്താണ് ലാസ്റ്റ് വാർണിംഗ്? ഞാൻ ബ്ലോക്ക് ചെയ്തല്ലോ. ലാസ്റ്റ് വാർണിംഗ്. നന്നായിക്കോളും. പോ. സൈലൻസ്. ഷട്ട് യുവർ മൗത്ത്. ഇനി അയക്കില്ല എന്ന് പറയേ. ഷട്ട് യുവർ മൗത്ത്. വേണ്ട. മതിയേ. നല്ലൊരു ദിവസം